ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UAE-ലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് UAE-ലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, UAE-ലുള്ളവർക്കും അതുപോലെ തന്നെ UAE-ലോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്കുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. കാരണം നമ്മളെല്ലാവരും തന്നെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. അതായത് UAE-ലുള്ളവരാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഗൂഗിൾ മാപ്പ്. കാരണം നമ്മൾ ഇവിടുത്തെ ബസ് ടൈമിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് എന്നെപ്പോലുള്ളവർ, അതായത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് റൂമിലും വൈഫൈ ഉണ്ട്, ഓഫീസിലും വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവരും തന്നെ നമ്മുടെ ഫോണിൽ ഡാറ്റ പാക്കേജ് ചെയ്യാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം, അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട്, അങ്ങനെയുള്ളൊരു സിനാരിയോ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ്ലൈൻ മാപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അതായത് ഈ മാപ്പിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് ഓഫ്ലൈൻ മാപ്പാണ്. ഇതിൽ നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്കിതിന് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം നമുക്കിത് ഓഫ്ലൈനായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. UAE-ൽ എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ടുപോയി എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബസ്സുകളും കാര്യങ്ങളുടെ എല്ലാം സമയവും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ കാണാനും സാധിക്കും. ഗൈസ്, ഈ ആപ്ലിക്കേഷൻ്റെ പേര് ടൂജിസ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐഫോണിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതായത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, ഈ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലാന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം ടൂജിസ് എന്ന് ടൈപ്പ് ചെയ്യുക. 2GIS എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മുകളിൽ ഒരു 3 ഡോട്ട് കാണാനായിട്ട് സാധിക്കും. ആ 3 ഡോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് സിറ്റീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ലിസ്റ്റ് ഓഫ് സിറ്റീസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേയധികം മാപ്പുകൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ മാപ്പുകൾ. അതായത് ഒമാൻ, റിയാദ് പോലുള്ള സിറ്റികളുടെ മാപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ UAE-യുടെ ടോട്ടലായിട്ടുള്ള ഒരു മാപ്പും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ UAE-യുടെ ടോട്ടലായിട്ടുള്ള മാപ്പാണ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് 675 MB ആണ് ഈ ടോട്ടലായിട്ടുള്ള മാപ്പിന് വരുന്നത്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാപ്പ് ആപ്ലിക്കേഷൻ ടോട്ടലായിട്ട് തന്നെ ഓഫ്ലൈനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൈസ്, അങ്ങനെ UAE-യുടെ മാപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ടാബിലെ വൈഫൈ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കുള്ള ബസ്സുകളും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലോട്ടുള്ള റൂട്ടും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത്, അതായത് ഈ മാപ്പിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ പ്രൈവറ്റായിട്ട് ഏതെങ്കിലും വണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് കാറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് എങ്ങനെ പോകാം, അതിനായിട്ട് വേറൊരു റൂട്ട് നമുക്ക് ഈ മാപ്പിൻ്റെ അകത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. അല്ല, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ആ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ലൊക്കേഷൻ മാറ്റി ജസ്റ്റ് ദുബായ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ദുബായ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ബസ്സുകളാണ് കയറേണ്ടത്, ആ ബസ്സുകളുടെ ടൈമും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ മാപ്പിൻ്റെ അകത്ത് തന്നെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗൈസ്, അതുപോലെ തന്നെ ഈ മാപ്പിൻ്റെ അകത്തുള്ള മറ്റൊരു സവിശേഷതയാണ്, ഈ മാപ്പിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് സെർച്ചിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതായത് ഹോട്ടൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഹോട്ടൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗ്യാസ് നമ്മൾ സെലക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ATM, മാള്, ഗ്രോസറീസ് പോലുള്ള കാറ്റഗറീസും അവരിവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് തൊട്ടടിയിലുള്ള മറ്റൊരു ഓപ്ഷനാണ് നാവിഗേഷൻ എന്ന് പറയുന്നത്. നാവിഗേഷൻ എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് 3Dയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓഫ്ലൈൻ മാപ്പ് ഏതാണ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. അതായത് UAE-ൽ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കുക.
കാരണം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഫോണിൽ നെറ്റ് ഉണ്ട്, പക്ഷേ അവിടെ റേഞ്ച് ഇല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓഫ്ലൈൻ മാപ്പ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും ഇത് പ്രിഫർ ചെയ്തത്. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതെങ്കിലും വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.